ജീവിതത്തിൻ്റെ സർവ്വസംഗതികൾക്കും ഉത്തരമാണ് ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ക്രിസ്തുവിനെ ചിലപ്പോൾ അത്ഭുതപൂർവമായി ചില കണ്ടെത്തൽ നമുക്കുണ്ടാവും, ചില ഇടപെടലുണ്ടാവും ജീവിതത്തിൽ. അത് ചിലപ്പോൾ നമ്മൾ വലിയ വേദനകളിലേക്കൊക്കെ മാനുഷികമായി കൊണ്ടുപോകുന്നതായിരിക്കും. പക്ഷെ അവിടെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇടപെടലുകൾക്കായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ പറ്റും. മനുഷ്യരിൽ നിന്ന് ആണ് നമ്മൾ ചില ശിക്ഷകൾ സ്വീകരിക്കുന്നതെങ്കിൽ കരുണയില്ലാത്ത ശിക്ഷകൾ ചിലപ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് ദൈവിക ഇടപെടലുകൾക്കായി നമ്മളെ വിനയപ്പെടുത്തുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം മുറിപ്പെടുകയില്ല ജീവിതം. നമ്മൾക്ക് ഡിസിപ്ലിൻ ചെയ്യുമെങ്കിലും കരുതലുണ്ടാകും, സ്നേഹമുണ്ടാകും. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മളുടെ ഈ സാക്ഷ്യത്വത്തിൻ്റെ വഴിയുണ്ട്, സാക്ഷിയുടെ വഴിയുണ്ട്. നമുക്കൊരു സ്വയപരിശോധന നമുക്ക് നടത്തി നോക്കാം. പരിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ പെരുന്നാളിൽ എൻ്റെ ജീവിതം എപ്രകാരമാണ് ഞാൻ ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത്? ഉണങ്ങാത്ത മുറിവുകളും അതൃപ്തികളും പ്രയാസങ്ങളും പരാതികളും വലിയ പ്രതീക്ഷകളുമായി നിരാശയോടെയാണോ ഞാൻ ജീവിക്കുന്നത്? മറിച്ച് എനിക്ക് ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ, അതിൻ്റെ സാധ്യത എൻ്റെ ജനനത്തിൽ കൂടി തന്നെ, എൻ്റെ പരമ്പരയിൽ കൂടി എനിക്ക് ലഭ്യമായി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനേക്കാളിലും വലിയൊരു ദാനം എനിക്ക് ജീവിതത്തിൽ ലഭ്യമാകുവാനില്ല. അതിൻ്റെ നിരന്തരമായ പുതുക്കം എനിക്കുണ്ടാകും. എൻ്റെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞാൻ മറന്നു കളയുന്നു. അതെൻ്റെ അടഞ്ഞ അധ്യായമാകുന്നു. എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. ക്രിസ്തുവിൻ്റെ ഉപമിക്കാൻ കഴിയാത്ത സ്നേഹത്തിൽ ഞാൻ ലോകത്തെ നോക്കിക്കാണും. ഇങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കുവാനായിട്ട് കഴിയുമോ? നമ്മുടെ ജീവിതം സമാധാനമുള്ളതായി മാറുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പെരുന്നാളുകൾ നമുക്ക് സമാധാന കാരണമായി മാറണം. നമ്മുടെ ജീവിതത്തിൻ്റെ തിരിഞ്ഞുള്ള വഴികളിലേക്കുള്ള ഒരു നോട്ടം, പരിശോധനയായിരിക്കണം. മുൻപോട്ട് പോകുവാനുള്ള ഊർജമായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായി നമ്മളെ വഴി നടത്തും.